തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആഡംബര ഹോട്ടലുമായി അദാനി ഗ്രൂപ്പ് 136 കോടി രൂപയുടെ പ്രോജക്ടിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി ലഭിച്ചു. അദാനി എയർപോർട്ട്സ് ഹോൾഡിംഗ്സ് ആണ് പ്രോജക്ട് പൂർത്തിയാക്കുക. 240 മുറികളുള്ള ഹോട്ടലിൽ 660 സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഉണ്ടാവുക. ഫുഡ് ആൻഡ് ബിവറേജസ് ലഭ്യമാകും. പുതിയ പ്രോജക്ട് വിമാനത്താവളത്തിൽ 8000 സ്ക്വയർ മീറ്ററുകളിലായി വ്യാപിച്ചു കിടക്കും. കഴിഞ്ഞ ആഗസ്റ്റിൽ വിദഗ്ധ സമിതി ഈ പ്രപ്പോസൽ വിശദമായി വിലയിരുത്തിയിരുന്നു. 5 നിലകളുള്ള കെട്ടിടത്തിന് 23 മീറ്റർ ആയിരിക്കും ഉയരം. 2 ബേസ്മെന്റ് ലെവൽ പാർക്കിംഗ് സൗകര്യത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിലും അപ്പർ ഫ്ലോറിലുമായിട്ടാണ് പാർക്കിംഗ് ഒരുക്കുന്നത്. ആകെ ബിൽഡപ്പ് ഏരിയ എന്നത് ഏകദേശം 34,000 സ്ക്വയർ മീറ്ററുകളാണ്. നിർദ്ദിഷ്ട പ്രൊജക്ട് വരുന്ന ലൊക്കേഷൻ നിലവിൽ ഓപ്പൺ പാർക്കിംഗ് ഏരിയയാണെന്ന് ഔദ്യോഗിക രേഖകൾ വ്യക്തമാക്കുന്നു. ഇതിന്റെയും ചുമതല അദാനി ഗ്രൂപ്പിന് തന്നെയാണ്. ഇവിടെയുള്ള ഏകദേശം 40 വൃക്ഷങ്ങൾ വിമാനത്താവളത്തിന്റെ അതിരുകൾക്കുള്ളിൽ തന്നെ മാറ്റി സ്ഥാപിക്കും. ദ്രവജല ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നാണ് ട്രീറ്റഡ് വാട്ടർ കണ്ടെത്തുക. ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടഡ് ഓതറൈസ്ഡ് റീസൈക്ലേഴ്സ് വഴി വേസ്റ്റ് മാനേജ്മെന്റും കാര്യക്ഷമമായി നടപ്പാക്കും. അദാനി ഗ്രൂപ്പിന് ഈ സ്ഥലം കൈമാറുന്നത് ദീർഘകാല കരാറടിസ്ഥാനത്തിലാണ്. 2021 ജനുവരിയിൽ തന്നെ എഗ്രിമെന്റിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒപ്പിട്ടിരുന്നു. നിലവിൽ പ്രൊജക്ടിന്റെ സ്ഥലം ഇക്കോ സെൻസിറ്റീവ് ഫോറസ്റ്റ് പ്രദേശങ്ങളിലല്ലെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ഈ പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് പെൻഡിംഗ് കേസുകളും നിലവിലില്ല. ക്ലിയറൻസ് നടപടിക്രമങ്ങൾ കേന്ദ്ര തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. അടുത്ത 3 വർഷം കൊണ്ട് ഈ പ്രൊജക്ട് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.